ദൂരദർശന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ലളിതഗാനങ്ങൾ ഉണ്ടായത് പി ജയചന്ദ്രന്റെ ഭാവസാന്ദ്രമായ ശബ്ദത്തിലൂടെയാണ്. ആ ഗാനങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഗാനരചയിതാവും ദൂരദർശൻ പ്രൊഡ്യൂസറുമായിരുന്ന ഹരി കുടപ്പനക്കുന്ന്. 1990 തുടക്ക കാലഘട്ടത്തിലാണ് ഭാവഗായകൻ ജയചന്ദ്രൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ 2 ലളിത ഗാനങ്ങൾ ദൂരദർശനിൽ പിറവിയെടുക്കുന്നത്. ഒന്ന്, എല്ലാവർക്കും അറിയാവുന്ന ഏറെ മനോഹരമായ ഒന്നിനി ശ്രീതാഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുത്. ONV സാറിൻ്റെ വളരെ കാവ്യാത്മകമായ രചന, ദേവരാജൻ മാഷിൻ്റെ ഭാവ തീവ്രമായ സംഗീതം, പി ജയചന്ദ്രൻ്റെ ആലാപന മാധുര്യം മലയാളികളെ ഇത്രയേറെ തൊട്ടുണർത്തിയ, ആസ്വദിപ്പിച്ച ഒരു ലളിതഗാനം ഉണ്ടോ എന്ന് സംശയമാണ്. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഈ ഗാനത്തിന് ശേഷം ഏതാണ്ട് 1-2 വർഷങ്ങൾക്കകമാണ് ഞാൻ എഴുതി M ജയചന്ദ്രൻ ഈണമിട്ട സ്മൃതിതൻ ചിറകിലേറി എന്ന ഗാനം രൂപപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ജയചന്ദ്രൻ അന്ന് കഷ്ടിച്ച് 20 വയസ്സോ മറ്റേ ഉള്ളൂ. ജയചന്ദ്രൻ്റെ സംഗീത സംവിധായകൻ എന്ന രീതിയിലുള്ള തുടക്കമാണ് ആ ഗാനം എന്ന് പറയാം. അത് വളരെ മനോഹരമായി ജയചന്ദ്രൻ ചിട്ടപ്പെടുത്തി, അതിലേറെ മനോഹരമായി വളരെ വൈകാരികമായ ഒരു ഭാവ തീവ്രതയോടെ പി ജയചന്ദ്രൻ പാടുകയും ചെയ്തു. മുത്തച്ഛനിത്തിരി മധുരവും ഉപ്പും ചേർത്തെന്ന് ചോറൂണ് നൽകിയ നടയിൽ ഞാനിന്ന് നിൽക്കേ അറിയാതെ ഓർപ്പു കനവിൻ മധുരവും കണ്ണീരിനൊപ്പം. മുത്തച്ഛനിത്തിരി മധുരവും ഉപ്പും ചേർത്തെന്ന് ചോറൂണു നൽകിയ നടയിൽ, മുത്തച്ഛനിത്തിരി മധുരവും ഉപ്പും ചേർത്തെന്നു ചോറൂണ് നൽകിയ നടയിൽ ഞാനിന്നു നിൽക്കേ. ഒരു കുട്ടിക്കാല സ്മൃതിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ഭാവതീവ്രമായി അദ്ദേഹം പാടി. ഈ പാട്ട് പാടുന്നത് തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചാണ്. ആ സമയത്ത് ഈ പുതിയതായി വന്ന സംഗീത സംവിധായകൻ എന്ന രീതിയിൽ ജയചന്ദ്രൻ പറഞ്ഞു കൊടുത്തപ്പോഴേ ഏതോ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുപല്ലവിയിൽ ചെറിയൊരു നീരസം തോന്നി. അദ്ദേഹം പുറത്തേക്കൊന്ന് പോയി. പക്ഷേ വീണ്ടും അദ്ദേഹത്തെ അനുനയിപ്പിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം അതിമനോഹരമായി ജയചന്ദ്രൻ M ജയചന്ദ്രൻ എന്താണോ പ്രതീക്ഷിച്ചത് അതിലേറെ മധുരതരമായി പി ജയചന്ദ്രൻ പാടുകയും ചെയ്തു. അത് ഈ സ്മൃതിതൻ ചിറകിലേറി എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട ലളിത ഗാനങ്ങളായി തീരുകയും പുനർജന്മമെനിക്കേകുന്നു ഞാൻ എൻ്റെ ബാല്യ